വ്യാപാരികൾ കടകൾ അടച്ച് അനിശ്ചിതകാല സമരത്തിലേക്ക്. റേഷൻ വ്യാപാരികളുടെ വേതനം പുതുക്കി നിശ്ചയിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംസ്ഥാന വ്യാപകമായി സമരം സംഘടിപ്പിക്കുന്നതെന്ന് വടകര താലൂക്ക് കമ്മിറ്റി ഭാരവാഹികൾ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ 14,200 റേഷൻ വ്യാപാരികൾ 2025 ജനുവരി 27 മുതൽ സംസ്ഥാന വ്യാപകമായി റേഷൻ കടകൾ അടച്ച് സമരം നടത്തുകയാണ്. 2018 റേഷൻ വ്യാപാരികൾക്ക് ഒരു വേതന പാക്കേജ് നിലവിൽ വരികയുണ്ടായി. അന്നുതന്നെ വളരെ അപര്യാപ്തമായി ഈ പാക്കേജ് 6 മാസത്തിനുള്ളിൽ പുതുക്കി നിശ്ചയിക്കാമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പിലാണ് അന്ന് റേഷൻ സംഘടനകൾ അത് അംഗീകരിച്ചത്. 100 കിൻഡൽ ഭക്ഷ്യധാന്യം വിൽപ്പന നടത്തുന്ന ഒരു റേഷൻ വ്യാപാരിക്ക് 25,000 രൂപ വരുമാനം ലഭിച്ചാൽ അതിന് വരുന്ന ചിലവുകൾ വ്യാപാരിക്ക് താങ്ങാൻ കഴിയാത്തതാണ്. സെയിൽമാൻ ശമ്പളം, കടവാടക, വിവിധ ലൈസൻസ് ഫീസുകൾ, തൂക്കക്കുറവ് ഇവയെല്ലാം കഴിച്ച് 5,000 രൂപ പോലും മാസത്തിൽ ലൈസൻസിക്ക് വരുമാനമില്ലാത്ത അവസ്ഥയിലാണ് വ്യാപാരികൾ ഇന്ന് റേഷൻ കട നടത്തുന്നത്. റേഷൻ വ്യാപാരികളുടെ വേതനം പുതുക്കി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട് റേഷൻ വ്യാപാരികളുടെ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 1 വർഷമായി വിവിധ സമര പരിപാടികൾ നടന്നുവരികയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ KP ബാബു, MV ബാബു, T മോഹനൻ, സജീവൻ NK ബാലൻ എന്നിവർ പങ്കെടുത്തു. ജനുവരി 27 മുതൽ സംസ്ഥാന വ്യാപകമായി റേഷൻ കടകൾ അടച്ചിട്ടുകൊണ്ട് സമരം നടത്താൻ വേണ്ടി പോവുകയാണ്. പ്രധാനമായിട്ട് ഉന്നയിക്കുന്ന ആവശ്യം കേരളത്തിലെ റേഷൻ വ്യാപാരികൾക്ക് ജീവിക്കാൻ ആവശ്യമായ വേതന ലഭിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ 2018 ഈ വേതന പാക്കേജ് നിലവിൽ വന്നത്. ഭക്ഷ്യസുരക്ഷാ നിയമം നടപ്പിലാക്കിയതിന് ശേഷം സംസ്ഥാന ഗവൺമെന്റ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തി. ആ ചർച്ചയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് റേഷൻ വ്യാപാരികൾക്ക് കേരളത്തിൽ ആദ്യമായി ഒരു വേതന പാക്കേജ് നടപ്പിലാക്കുന്നത്. ആ വേതന പാക്കേജ് അന്ന് വളരെ അപര്യാപ്തമായിരുന്നു. വളരെ അപര്യാപ്തമായ ഒരു പാക്കേജ് ആയിരുന്നു അന്ന്. മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് 6 മാസത്തിനുള്ളിൽ നമുക്ക് ഈ വേതന പാക്കേജ് വീണ്ടും പരിഷ്കരിക്കാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന വ്യാപകമായ റേഷൻ വ്യാപാരികളുടെ കോർഡിനേഷൻ കമ്മിറ്റി ആ തീരുമാനം അംഗീകരിച്ചത്. പക്ഷേ 7 വർഷം കഴിഞ്ഞിട്ടും ആ വേതന പാക്കേജ് ഇന്ന് വരെ പരിഷ്കരിക്കാനോ റേഷൻ വ്യാപാരികൾക്ക് മതിയായ വേതനം ലഭിക്കാനോ അവർക്ക് ആവശ്യമായ സംരക്ഷണം കൊടുക്കാനോ സംസ്ഥാന ഗവൺമെന്റ് ഇതുവരെ തയ്യാറായിട്ടില്ല. അങ്ങനെ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഈ റേഷൻ വ്യാപാരികളുടെ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 1 വർഷമായി വിവിധ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് താലൂക്ക് സപ്ലൈ ഓഫീസിലേക്കുള്ള ധർണ, ജില്ലാ സപ്ലൈ ഓഫീസിലേക്കുള്ള ധർണ നടത്തിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് മുമ്പിൽ 48 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഉപവാസ സമരം നടത്തിയിട്ടുണ്ട് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട്. അന്നൊക്കെ സെക്രട്ടേറിയറ്റ് മുമ്പിൽ നടത്തിയിട്ടുള്ള സമരം സംസ്ഥാനത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെ, MLA മാർ, MP മാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ അന്ന് ആ ധർണയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. അതിൽ ആ ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് LDF കൺവീനർ ശ്രീ TP രാമകൃഷ്ണൻ അതിൽ പ്രഖ്യാപിച്ചത് ആവശ്യമായ മാറ്റം, റേഷൻ വ്യാപാരികളുടെ ഇന്നത്തെ കമ്മീഷൻ വളരെ പരിമിതമായ, അത് അവർക്ക് കിട്ടാൻ ആവശ്യമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുമെന്നാണ് അന്ന് ആ യോഗത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചത്. അതിനുശേഷം ഇപ്പം 6 മാസം വീണ്ടും കഴിഞ്ഞു. യാതൊരുവിധ പരിരക്ഷയും റേഷൻ വ്യാപാരികൾക്ക് ഇല്ലാത്തൊരവസ്ഥയിലാണ് ഈ കട നടത്തിക്കൊണ്ടുപോകുന്നത്. റേഷൻ സംവിധാനം തന്നെ കേരളത്തിൽ ഒരു താറുമാറായി കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് കഴിഞ്ഞ 5-6 മാസമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. വിവിധ വിഭാഗങ്ങളിൽ NFSI ഉള്ള തൊഴിലാളികൾക്ക്, ലോറി കയറ്റിറക്ക് തൊഴിലാളികൾക്ക്, ഇവർക്കൊന്നും ആവശ്യമായ സമയത്ത് പണം കിട്ടാതെ പല ഘട്ടങ്ങളിലും റേഷൻ സ്തംഭനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു ഭാഗത്ത് കിടക്കുന്നു. റേഷൻ വ്യാപാരികളാണെങ്കിൽ വളരെ വളരെ പ്രയാസത്തിൽ, പലരും ആത്മഹത്യാ വക്കത്ത് കിടക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഇന്ന് റേഷൻ വ്യാപാരികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു റേഷൻ കടയിൽ 2 കുടുംബം ജീവിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സംസ്ഥാന ഭക്ഷ്യവകുപ്പ് മന്ത്രി ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത് 300 രൂപ റേഷൻ കടക്ക് ഒരു കിൻഡൽ അരിക്ക് കിട്ടി. ആ വാദം ശരിവെച്ചാൽ തന്നെ ഒരു 100 കിൻഡൽ അരി വിറ്റ് കഴിഞ്ഞാൽ ഒരു 25,000 രൂപയാണ് റേഷൻ കട ഉടമകൾക്ക് കിട്ടുക. അതിന് ആ കടയിലുള്ള സെയിൽസ്മാന് ശമ്പളം കൊടുക്കണം, പിന്നെ മറ്റ് പല ചെലവുകളും ഇതായിട്ട് ബന്ധപ്പെട്ട് കറണ്ട് ചാർജ് കൊടുക്കേണ്ടതായിട്ടുണ്ട്, മറ്റ് വാടക, ഈ കടയുടെ വാടക കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു 5,000 രൂപ പോലും മാസത്തിൽ റേഷൻ വ്യാപാരികൾക്ക് വരുമാനം വരുന്ന സ്ഥിതിയിലല്ല ഇന്ന് റേഷൻ കട നടത്തിക്കൊണ്ടു പോകുന്നത്. വളരെ വളരെ പ്രയാസം ഈ റേഷൻ രംഗത്ത് റേഷൻ വ്യാപാരികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ 7 വർഷമായി, ശരിക്കും 7 വർഷമായി റേഷൻ വ്യാപാരികളുടെ ഈ വേതന പാക്കേജ് അംഗീകരിച്ച് വന്നിട്ട് ഇന്ന് വരെ അത് പരിഷ്കരിക്കാൻ വേണ്ടി ഗവൺമെന്റിനോട് പല ഘട്ടങ്ങളിൽ ആവശ്യപ്പെട്ടിട്ടും തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഈ സമരം റേഷൻ വ്യാപാരികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്.